നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകിട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ. എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ 10% കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും 18 ക്യാരറ്റ് ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ. മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും 3000 രൂപ മുതൽ. കൂടാതെ പണിക്കൂലി 2.9% മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ബൈപ്പാസ് റോഡ്, ചെമ്മാട്. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ ദിവസം വിട പറഞ്ഞ PC മുഹമ്മദ് ഹാജിയുടെ വസതിയിലെത്തി അനുശോചനം രേഖപ്പെടുത്തി ഡോക്ടർ MP അബ്ദുൽ സമദ് സമദാനി MPയും സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും. കഴിഞ്ഞ ദിവസം PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള പ്രമുഖരും എത്തിയിരുന്നു. കൂടാതെ PC മുഹമ്മദ് ഹാജിക്കായി പ്രത്യേക പ്രാർത്ഥന നടത്തുകയും ചെയ്തിരുന്നു. മഹല്ല് ഭാരവാഹികൾക്കും പാർട്ടി നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പമായിരുന്നു PK കുഞ്ഞാലിക്കുട്ടി എത്തിയത്. ഇന്ന് രാവിലെയാണ് ഡോക്ടർ MP അബ്ദുൽ സമദ് സമദാനി MPയും സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും PC മുഹമ്മദ് ഹാജിയുടെ വസതിയിലെത്തിയത്. ഇരുവരും കുടുംബാംഗങ്ങളെ കാണുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു. ജിഫ്രി തങ്ങൾ പ്രാർത്ഥന നടത്തി. എപ്പോഴും ബന്ധം കാത്തുസൂക്ഷിച്ചിരുന്ന വ്യക്തിയായിരുന്നു PC മുഹമ്മദ് ഹാജിയെന്നും കാലാനുസൃതമായ വികസനങ്ങൾ എത്തിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച നേതാവായിരുന്നു അദ്ദേഹമെന്നും ജിഫ്രി തങ്ങൾ അനുസ്മരിച്ചു. ഈ പ്രദേശത്തിൻ്റെ രാഷ്ട്രീയവും സാമൂഹികവുമായ എല്ലാ മേഖലയും അറിഞ്ഞു നിന്ന് പ്രവർത്തിച്ച വലിയൊരു വ്യക്തിത്വത്തിൻ്റെ ബഹുമാനപ്പെട്ടവരുമായിട്ട് ഞാൻ എൻ്റെ ഒരു 10 വയസ്സ് മുതൽ തന്നെ പരിചയമുണ്ട്. കാരണം എൻ്റെ പ്രിയപ്പെട്ട പിതാവ് ശൈലി തങ്ങൾ അഥവാ KPT തങ്ങളുടെ അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ടവരും PC മുഹമ്മദ് അലി സാഹിബ്, ബത്തൂർ ബാബുക്ക സാഹിബ്, ഇവരൊക്കെ വലിയ സുഹൃത്തുക്കളും പരസ്പരം എന്നെന്ന് പറയണമായിരിക്കും ബന്ധപ്പെടുന്ന ഒരു സ്വഭാവക്കാരുണ്ട്. ഞങ്ങളുടെ നാടിൻ്റെ അടുത്ത പ്രദേശമായ കടലൂരാണ് അവർ താമസിക്കുന്നത്. ഞങ്ങൾ ചെറുപ്പത്തിലായിരുന്നു. പക്ഷേ ഇവരൊക്കെ രാഷ്ട്രീയ രംഗത്ത് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് വേണ്ടി സജീവമായി പ്രവർത്തിക്കുന്നവരും അതോടൊപ്പം സമസ്ത കേരള ജമീയത്തുൽമക്ക് വേണ്ടിയും പ്രവർത്തിക്കുന്നവരായതുകൊണ്ട് രാഷ്ട്രീയപരമായും മതപരമായുള്ള എല്ലാ കാര്യങ്ങളിലും പരസ്പരം ആലോചിച്ച് സഹകരിച്ച് പ്രവർത്തിക്കുന്നതായ സ്വഭാവക്കാരായിരുന്നു. ഈ നമ്പർ പഞ്ചായത്തിൽ മതപരമായും രാഷ്ട്രീയപരമായൊക്കെ ഈ വളർച്ചയ്ക്കുള്ള കാരണം ആരാണെന്ന് ചോദിച്ചാൽ ഇവരും ഇവരെ പോലെ അന്ന് ഇവരെ കൂടെ നിന്ന് പ്രവർത്തിച്ചിരുന്ന ചുരുക്കത്തില വ്യക്തിത്വമാണ്. ബഹുമാനപ്പെട്ട PC മുഹമ്മദ് അലി സാഹിബ് സൗമ്യനായ സ്വഭാവക്കാരനായിരുന്നു. അവർ ദീർഘകാലം നെടുമ്പറ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായി കൊണ്ടിട്ട് സേവനമനുഷ്ഠിച്ചിട്ട് അന്ന് ആ കാലഘട്ടത്തിനോട് അനുയോജ്യമായ നിലക്കുള്ള പല പുരോഗതികൾ ഈ പഞ്ചായത്തിൽ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പരലോക ജീവിതം സുഖസമ്പൂർണ്ണമാക്കി കൊടുക്കട്ടെ. അവർ നമ്മളൊക്കെ സുഖത്തിൽ മഹാന്മാരോട് ഒരുമിച്ച് കൊടുക്കട്ടെ. എന്നെ കാണുമ്പോഴൊക്കെ എൻ്റെ തലയിൽ കൈവച്ചിന് തലയിലൊന്ന് ചുംബിച്ചെന്നോട് പറയുന്നുണ്ട്. ബാപ്പ നമ്പർ പഞ്ചായത്ത് എൻ്റെ പിതാവ് ബഹുമാനയുടെ ഭൂരിഭാഗങ്ങൾ ശിവസേന ഭൂരിഭാഗങ്ങൾ KPT തങ്ങൾ എന്നുള്ള പേരിലാണ് മൂപ്പര് അറിയപ്പെട്ടത്. മൂപ്പര് 2 നമ്പർ പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റായിരുന്ന കാലഘട്ടത്തിലാണ് PC മുഹമ്മദ് ഹാജി 2 നമ്പർ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നത്. അപ്പോൾ ബാപ്പയുടെ ഞാൻ പഞ്ചായത്തിൽ പ്രസിഡൻ്റ് ആവാനുള്ള കാരണം എപ്പോഴും എന്നോട് പറയും. അത്ര വലിയ ബന്ധമെന്ന് അവർ തമ്മിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ നന്മകളും അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഈ രാജ്യത്തിനും ഇവിടുത്തെ ദീനീ സ്ഥാപനങ്ങൾക്കും ഇവിടുത്തെ സാമൂഹിക രാഷ്ട്രീയപരമായ കാര്യങ്ങൾക്കൊക്കെ ബഹുമാനപ്പെട്ട PC മുഹമ്മദ് ഹാജി ചെയ്ത എല്ലാ സേവനങ്ങളും അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അവർ നമ്മളൊക്കെ സുഖത്തിൽ മഹാന്മാരുടെ കൂടെ അല്ലാഹു ഒരുമിച്ച് കൊടുക്കട്ടെ. അവരുടെ നന്മകൾ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ
മാഫാക്കി അവരുടെ കുടുംബത്തിന് കുടുംബം എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് തുടങ്ങിയുള്ള ഒരു പ്രധാനപ്പെട്ട കുടുംബമാണ്. ആ കുടുംബങ്ങൾക്കൊക്കെ അവരുടെ വേർപാട് കൊണ്ടുണ്ടായ വിഷമോ അതുകൊണ്ടുള്ള സബുറിനെ അല്ലാഹു കബൂൽ ചെയ്യുകയും അതൊക്കെ അവരുടെയൊക്കെ ഹസനാത്തിൻ്റെ പട്ടികയിൽ ഒരു നന്മയായി കൊണ്ട് അല്ലാഹു രേഖപ്പെടുത്തുകയും കുടുംബങ്ങൾക്കൊക്കെ സബുറിനെ കൊടുക്കട്ടെ. അവരോട് ബന്ധപ്പെട്ടവർക്ക് അല്ലാഹു സബുറിനെ കൊടുക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. PC എന്ന രണ്ടക്ഷരം മാത്രം മതി അദ്ദേഹത്തെക്കുറിച്ച് അറിയാനെന്നും കുടുംബത്തിന് മാത്രമല്ല എല്ലാവർക്കും അദ്ദേഹം കാരണവരായിരുന്നുവെന്നും ജനങ്ങളുടെ എല്ലാ പ്രശ്നത്തിലും ഇടപെട്ട് പ്രവർത്തിച്ച നേതാവായിരുന്നു അദ്ദേഹമെന്നും ഡോക്ടർ MP അബ്ദുൽ സമദ് സമദാനി MP പറഞ്ഞു. ബഹുമാനപ്പെട്ട PC ഹാജി സാഹിബ്, PC എന്ന രണ്ടക്ഷരം മതി. അത് കേൾക്കുമ്പോഴേക്ക് അവരാരാണ് എന്താണ് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവും. CH എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആ വ്യക്തിത്വത്തെ മനസ്സിലാകുന്ന പോലെ PC എന്ന് പറയുമ്പോഴേക്ക് പേര് മുഴുവൻ കേൾക്കാതെ തന്നെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കർമ്മരംഗവും അദ്ദേഹത്തിന്റെ വിശിഷ്ടമായ വ്യക്തിത്വവും നമ്മുടെയൊക്കെ മനസ്സിൽ തെളിയും. അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ളവർക്ക് മാത്രമല്ല, നമുക്കൊക്കെ കാരണവരായിരുന്നു. നാട്ടുകാർക്ക് മൊത്തത്തിൽ, പ്രത്യേകിച്ച് അദ്ദേഹം നേതൃത്വം നൽകിയ പാർട്ടി മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിനും ബാക്കിയുള്ളവർക്കും എല്ലാവർക്കും നാട്ടുകാർക്കും നാടിന്റെ ജനങ്ങളുടെ ക്ഷേമത്തിൽ എന്തൊക്കെ വിഷയങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ടോ അതിലൊക്കെ ഇടപെട്ട് പ്രവർത്തിച്ച നേതാവായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയ രംഗത്ത്, വികസന രംഗത്ത്, ജനക്ഷേമ രംഗങ്ങളിൽ എല്ലാ മേഖലകളിലും അദ്ദേഹം കയ്യൊപ്പ് ചാർത്തിയ ശേഷമാണ് സാമാന്യം പതിറ്റാണ്ടുകളുടെ സേവനം നിർവഹിച്ച ശേഷം നമ്മോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒരു വലിയ കാരണവരുടെ, പഴയ തലമുറയിൽ പെട്ട ഒരു വലിയ നേതാവിന്റെ, എന്നാൽ പുതിയ തലമുറയിലും സജീവമായി നിലകൊണ്ട അവസാനം വരെയും അദ്ദേഹം നിര്യാണത്തിന്റെ തൊട്ട് മുമ്പ് വരെയും നാട്ടിലെ കാര്യങ്ങളിൽ, നല്ല കാര്യങ്ങളിൽ, സാംസ്കാരിക കാര്യങ്ങളിൽ, ദീനീ കാര്യങ്ങളിൽ, രാഷ്ട്രീയ കാര്യങ്ങളിൽ ഒക്കെ അദ്ദേഹത്തിന്റെ സജീവമായ സാന്നിധ്യവും ഇടപെടലും ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വേർപാട് ഈ നാടിനെ സംബന്ധിച്ച് മാത്രമല്ല, നമുക്കെല്ലാവർക്കും വളരെ വിഷമമുണ്ടാക്കുന്നതാണ്. മനസ്സിലൊരുപാട് ഓർമ്മകൾ കൊണ്ടുവരുന്നതാണ്. എനിക്കും വളരെ കാലത്തെ ബന്ധമുള്ള, വളരെ സ്നേഹബന്ധമുള്ള, എന്നോടും വലിയ സ്നേഹത്തിലപ്പുറം വലിയ വാത്സല്യമായിരുന്നു എന്ന് പറയണം. സ്നേഹത്തിന്റെ അപ്പുറത്തായിരുന്നു. നമ്മളൊക്കെ കാണുമ്പോൾ നമ്മളോടൊക്കെ കാണിച്ചിരുന്ന ഒരു വല്ലാത്ത വാത്സല്യം എവിടെ വെച്ച് കണ്ടുമുട്ടിയാലും, തെരഞ്ഞെടുപ്പ് കാലത്തും ആ വാത്സല്യം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഇവിടുന്ന് മത്സരിച്ചപ്പോൾ തൊട്ട് മുമ്പ്. അദ്ദേഹത്തിന് അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന് ആദരങ്ങൾ അർപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ വലിയ മാതൃക പിൻപറ്റി കൊടിഞ്ഞിയിലും മറ്റുള്ളിടത്തൊക്കെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ പിന്മുറക്കാരായ എല്ലാവർക്കും, നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേർന്നാണ് നേതാക്കൾ മടങ്ങിയത്. മഹല്ല് ഭാരവാഹികളും മുസ്ലിം ലീഗ് തിരൂരങ്ങാടി മണ്ഡലം നന്നമ്പ്ര പഞ്ചായത്ത് നേതാക്കളും പ്രവർത്തകരും കുടുംബാംഗങ്ങളും സന്നിധരായിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.